ഇപ്പൊ ഈ എമ്പുരാൻ സിനിമ BJP ഗവൺമെന്റിന്റെ എതിരെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് തോന്നുന്നുണ്ട്. എമ്പുരാനിൽ എവിടെയും ആന്റി BJP എന്നുള്ള രീതിയിൽ കാണിക്കുന്നില്ല. ഒരു ആന്റി ഹിന്ദു അജണ്ട അവർ കാണിക്കുന്നുണ്ട്. ആ ആന്റി ഹിന്ദു അജണ്ടയെ ആന്റി BJP അജണ്ടയാക്കി ചുരുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എന്താ സോ കോൾഡ് അജണ്ട വർക്കൗട്ട് ആവുന്നുണ്ട്. അത് മാത്രമാണ് ഇതിനകത്ത് നടത്തുന്നത്. BJP-നെ വിമർശനം ചെയ്യുന്നത് നരേന്ദ്രമോദി ഇല്ല, ആരുമില്ല. പക്ഷെ വന്ന ഫസ്റ്റ് തുടക്കത്തിൽ ഇറങ്ങിയപ്പോ സിനിമയിൽ ഇപ്പൊ ബജ്രംഗി എന്ന് പറയുന്ന ആരാന്ന് ജനങ്ങൾക്ക് അറിയുന്നതിന് മുന്നേ ഈ വന്ന പോസ്റ്ററിലൊക്കെ ഞാൻ കണ്ടത് മറ്റേ ബജ്രംഗി എന്ന് പറഞ്ഞ ക്യാരക്ടർ നരേന്ദ്രമോദിനെയാണ് പറയുന്നത്. പിന്നെ മുന്ന എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ അമിത്ഷാ സാറിനെ അവർ തന്നെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്ററുകൾ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്നുള്ള രീതിയിൽ. അതിനുശേഷം പിന്നെ ഈ ഡിസ്കഷൻ വന്നപ്പോഴാണ് ഈ ഗുജറാത്ത് റൈറ്റായിട്ട് ബന്ധപ്പെട്ട ശരിക്കത്തെ ആ ബജ്രംഗി ആരാന്നുള്ളത് പോലും ജനങ്ങൾക്ക് അറിയുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പടച്ച് ഇങ്ങനത്തെ കുറെ പോസ്റ്ററുകൾ ഇറക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ അജണ്ട തന്നെയല്ലേ. ലൈക്ക് ഇപ്പൊ ഇനിയിപ്പോ എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു കാര്യമാണ്, ഇനി കേരളത്തില് BJP ഗവൺമെന്റ് ഭരണത്തിൽ വരുമോ അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട പോലെ ഇറക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഈ അജണ്ട ഇറങ്ങുന്ന ആരാണ് ഇത്തരം കാര്യങ്ങള് പടച്ചുവിടുന്നത്? ഈ ചാനല് നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ, സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു സിനിമ ഇറങ്ങി അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്? ഞാൻ എമ്പുരാൻ സിനിമ കണ്ടാണ്. സിനിമ കാണാൻ പോയപ്പോൾ എനിക്ക് അവിടെ ഖുറൈശി ബ്രാവുവിനെ കാണാൻ സാധിക്കുന്നില്ല, സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണാം. ഉള്ളി തൊലിച്ച് വെച്ച ഒരു സിനിമയെന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നുമില്ല തുറന്നു വന്നപ്പോഴത്തേക്ക് ഈ മോഹൻലാലിന്റെ ഒരു സിനിമ ബേസിക്കലി എന്തായാലും കൊമേഴ്സ്യലി അത് ഹിറ്റ് ആവും എന്നുള്ളത് നമ്മൾ മലയാളികൾക്കെല്ലാം അറിയാം. അതിനപ്പുറത്തേക്ക് ഈ കണക്കിനുള്ള വിവാദങ്ങളും കോൺട്രവേഴ്സിയും ഉണ്ടാക്കിയിട്ടാണ് ഈ സിനിമ ഇത്രത്തോളം ഇങ്ങനെ ഓടിച്ചത്. അത് എഡിറ്റ് ചെയ്യണോ കളയണമെന്നോ സെൻസർഷിപ്പ് ചെയ്യണമെന്നോ BJP-ന്റെ ഒരു ഘടകവും ആവശ്യപ്പെട്ടിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ആരും ഇവിടെ ഷോ തടയാനോ പ്രതിഷേധം നടത്താനോ പോയിട്ടില്ല. ആരും ത്രട്ടനും ചെയ്തിട്ടില്ല. ഇതൊക്കെ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പാട് നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോകുന്ന ആളുകളാണ്. അത് ആ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ, അത് ഇറങ്ങുന്നതിന് ശേഷം. പിന്നെ ഒരു അജണ്ട ആ സിനിമ പർപ്പസ്ഫുള്ളി എന്തോ BJP വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തില് ആദ്യം വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ട് ഇവിടെ ആ പരിപ്പൊന്നും വേഗത്തില് ഇവിടെ ഒരു മെമ്പർ പോലും ഉണ്ടാവില്ല എന്ന്. ഇവിടെ മെമ്പർ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്, ഇവിടെ നിയമസഭയിൽ BJP ഉണ്ടായിട്ടുണ്ട്, പാർലമെന്റിൽ നിന്നും ഇവിടുന്ന് ജയിച്ചു പോയി. ബേസിക്കലി ഇതൊക്കെ ചെയ്യുന്നത് മതം ഭക്ഷിച്ചാൽ മാത്രം മനുഷ്യർക്ക് പോകാൻ പറ്റും. ഡെവലപ്മെന്റ് ആണ് BJP-ന്റെ ഡെവലപ്മെന്റ് മോഡാണ്. വേറൊരു കാര്യം നോക്കണം, നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ എത്ര ചെറുപ്പക്കാർ ഇവിടെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു? ഇവിടെ അവരെ അട്രാക്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഘടകം നമ്മുടെ നാട്ടിലുണ്ടോ? എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്? നിങ്ങളെന്ത് ഇതേപ്പറ്റി ചർച്ച ചെയ്യാത്തത്? നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ പാടില്ല. നമ്മുടെ ചർച്ച ഈ ക്യാൻവാസിലേക്ക് ചുരുക്കണം. ഇത് ആ സിനിമയുടെ ഭാഷ തന്നെ പറഞ്ഞാൽ അത്രയും ഇല്ലൂമിനാറ്റികളുടെ അജണ്ടയാണ്. ആ ഇല്ലൂമിനാറ്റികളെ നയിക്കുന്ന ഒരു ഇടതുപക്ഷമുണ്ട്, സോക്കാർ. അതാണ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ഇത് ചർച്ച ചെയ്യപ്പെടണം. നമ്മൾ ബേസിക്കലി ചർച്ച ചെയ്യപ്പെടേണ്ട എന്താണ്? നമുക്കിവിടെ പഠിക്കണം, അടുത്ത തലമുറ കേരളത്തിൽ നിൽക്കണം, അവർക്കിവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇവിടെ സംരംഭം തുടങ്ങാൻ ആവശ്യമുള്ള കപ്പാസിറ്റി ഉള്ള ചെറുപ്പക്കാർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. ഇതല്ലേ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്.